ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വേ ലേണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വളരെ നല്ല ഫൺ ആയിട്ടുള്ള ഒരു ടൂൾ പരിചയപ്പെടുത്താനാണ്. ടൂളിൻ്റെ പേരാണ് ഡെസ്മോസ്. ഓക്കെ, സോ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും ഡെസ്മോസ് എന്ന്. നിങ്ങൾ അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടായിട്ടുള്ള ജിയോജിബ്ര എന്നുള്ള ടൂളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലരും അത് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് പേര് യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തൊരു സംഭവമാണ് ഡെസ്മോസ്. ഓക്കെ, ഡെസ്മോസ് എന്ന് വെച്ചാൽ ഒരു മാത്തമാറ്റിക്കൽ ഗ്രാഫിംഗ് കാൽക്കുലേറ്റർ ആണ്. ഓക്കെ, സോ നിങ്ങൾ കോഡിങ് ജോമെട്രിയും അതുപോലെ പേഴ്സിഫിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പേഴ്സിഫിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് സോൾവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ആ സംഭവങ്ങളൊക്കെ വളരെ ഈസി ആക്കി തരും ഈ ഡെസ്മോസ്. ഓക്കെ, അതിനൊരു സിമ്പിൾ പരിപാടി ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു ലൈന് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ലൈന് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം. ലൈന് x + 3y = 5 ആണ്. സോ x + 3y = 5. യെസ്, ആ ലൈനാണ് ഇവിടെ കാണുന്നത്. ഇതാണ് x + 3y. അപ്പോൾ ഈ ലൈന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാ 5,0. ഇത് y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാ 0,1.6666 എന്ന് വെച്ചാൽ അതെന്താണ് ഒരു 5/3 ആണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ, യാ 5/3. സോ x + 3y = 5 എന്നുള്ള ലൈനാണ് ഇവിടെ വരാൻ പോകുന്നത്. അതുപോലെ ഞാൻ വേറൊരു ലൈനും കൂടി വരയ്ക്കാൻ പോകാം. എന്നിട്ട് ഈ രണ്ട് ലൈനും കൂടി ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാന്ന് വെച്ചാൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാന്ന് എനിക്ക് കാണണം. ഓക്കെ, സോ ഒരു വേറൊരു ലൈൻ വരയ്ക്കാൻ പോകണം. 3x + y = 5. സോ 3 ഇവിടെ മാർക്ക് ചെയ്യുക, x ഇവിടെ മാർക്ക് ചെയ്യുക, 5 പ്ലസ് ഇവിടെ മാർക്ക് ചെയ്യുക, y = 5. ഇതാണ് 3x + 2y = 5. അത് x ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാ 1.666 4/3. ഇത് രണ്ടും കൂടി ഈ ലൈന് രണ്ടും ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാ 1.25, 1.25. അപ്പൊ ഇത്ര സിമ്പിൾ ആണ് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. ഇതൊരു ഇക്വേഷനാണ്, ഇതൊരു ഇക്വേഷനാണ്. രണ്ട് സോൾവ് ചെയ്യാൻ രണ്ടും കൂടി മാർക്ക് ചെയ്താൽ മതി. ടച്ച് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത്ര സിമ്പിൾ ആണ് നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ടുള്ള വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. യെസ്, ഇനി ഞാൻ y = x² എന്നുള്ള ഗ്രാഫ് ഉണ്ടാക്കാൻ പോവാം. നിങ്ങളാരും x² ഗ്രാഫ് കണ്ടിട്ടുണ്ടാവും. ഇതാണ് y = x² ഗ്രാഫ് വരാൻ പോകുന്നത്. ഓക്കെ, സോ എക്സ് ഇങ്ങനെ കുറച്ച് കൂട്ടിയാൽ y നല്ലോണം അങ്ങ് കൂടുന്നതായിരിക്കും. ഈ ഒരു പോയിന്റ് ഏതാ അത് 2,4 ആണ്. ഇനി യെസ്, ഇവിടെ ഒരു 1,1 ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഡെസ്മോസിൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല നല്ല ഫണ്ണായിട്ടുള്ള വേറെ കുറച്ച് സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. ഇത് പൈൻ്റെ ഇറാഷണാലിറ്റി കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. സോ ഇത് ഞാൻ ട്രിഗണോമെട്രിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയൊരു ഗ്രാഫാണ്. സോ ഇതിൻ്റെ വാല്യൂ അങ്ങ് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. സോ ഇതിലെങ്ങനെ പൈൻ്റെ ഇറാഷണാലിറ്റി ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത ഒരു സർക്കിൾ ഫോം ചെയ്തതിൻ്റെ ശേഷം, ഫുൾ സർക്കിൾ ഒരിക്കലും ഫോം ചെയ്യുന്നതല്ല, പക്ഷെ ഫോം ചെയ്തതിൻ്റെ ശേഷം നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ ഒരിക്കലും ഇത് കോയിൻസിഡൻ്റ് ആയിട്ട് വരില്ല നോക്കാം. ഇപ്പോൾ ഇവിടെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി കണ്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു സംഭവം സൂം ചെയ്ത് നോക്കിയാൽ ഇതൊരിക്കലും കോയിൻസൈഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യെസ്, സോ ഇതിങ്ങനെ വരച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എത്രയാണെങ്കിൽ ലിമിറ്റ് കൊടുക്കണം, അങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ഇതൊരിക്കലും ഒരു രണ്ട് ലൈൻ ഒരിക്കലും ഒരു രണ്ട് കർവ് ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, യെസ്, ഇനി ഞാൻ വേറെ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് എലിപ്സ്. നിങ്ങൾക്കറിയാം എലിപ്സ് എന്താണ്. ഇതൊരു എലിപ്സ് ആണ്. ഇത് രണ്ടിൻ്റെ ഫോക്കസ് ആണ്. നിങ്ങൾക്ക് വേറെ കാര്യം അറിയാം. എലിപ്സിൽ ഒരു ഫോക്കസ് എന്ന് റേ അടിച്ചാൽ ആ റേ ഇതിൻ്റെ ബൗണ്ടറി, എലിപ്സിൻ്റെ ബൗണ്ടറിയിൽ ടച്ച് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യും. എന്നിട്ട് അത് എവിടെ വന്ന് മുട്ടും എന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ടാക്കിയാണ്. യെസ്, ഇവിടുന്ന് റേ തുടങ്ങിയാൽ അത് വന്ന് മുട്ടുന്ന പോയിന്റ് അടുത്ത ഫോക്കസിലായിരിക്കും. ഇത് എലിപ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഡെസ്മോസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. യെസ്, പല പേരുകൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ലവ് സിമ്പിളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇത് ഞാൻ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് 3.149265358 ആണ്. പക്ഷേ ഡെസ്മോസിൻ്റെ കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സിമ്പിളിൻ്റെ ഏരിയ വരാൻ പോകുന്നത് പൈ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു സിമ്പിളാണ് ഇവിടെ കാണിച്ചത്. ഇനി ഡെസ്മോസിൽ ബാക്കിയുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് ഭയങ്കര ലെവൽ കൂടിയതാണ്. യെസ്, ഇത് നോക്കാം. സോ കുറച്ച് ജെല്ലി ഫിഷ് ഇങ്ങനെ സ്വിം ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
ഈ കാണുന്ന എല്ലാ മൂവ്മെൻറ്റും ഓരോ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. ഓക്കെ, യെസ്. കുറേ കോഡ് നമുക്ക് കാണാൻ പറ്റും, e⁻⁴ ഒക്കെ കാണാൻ പറ്റും, ഫ്ലോർ, സൈൻ ടി, കുറേ ട്രിഗ്നോമെട്രിക്കൽ ഫങ്ഷൻസ് കാണാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ഡെസ്മോസിൻ്റെ നല്ല രസമുള്ള സംഭവങ്ങളുണ്ട്. ഡെസ്മോസ് ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ കോൺടെസ്റ്റ് വെക്കാറുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള കാണാൻ നല്ല രസമുള്ള ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർ കോൺടെസ്റ്റിൽ പ്രൈസ് കിട്ടിയാൽ അവരുടെ ഫെയിമിൽ കാണിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെസ്മോസ് എന്ന് ഗൂഗിളിൽ അടിക്കുക, നേരെ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിംഗ് കാൽക്കുലേറ്റർ ചെക്ക് ചെയ്താൽ നിങ്ങൾ ഈ സൈറ്റിൽ എത്തുന്നതായിരിക്കും. അവരുടെ മാത്ത് കോൺടെസ്റ്റും കുറച്ച് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നല്ല ഫണ്ണായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. സോ നിങ്ങൾ എല്ലാവരും GeoGebra അല്ലെങ്കിൽ ഡെസ്മോസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കുക. കോഡിയൻ ജോമെട്രി അല്ലെങ്കിൽ പേയേഴ്സ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടൂളാണ് ഡെസ്മോസ് അല്ലെങ്കിൽ GeoGebra എന്ന് വെച്ചാൽ. സോ GeoGebra ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. GeoGebra'യിലാകുമ്പോൾ അതൊരു ജോമെട്രിക്കൽ യൂസിനുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോർഡിനേറ്റിൽ വരച്ചിങ്ങാണ്ട് ഒരു വേർട്ടെക്സിൽ നിന്നും ആംഗിൾ ബൈസെക്ടർ ഒക്കെ എടുത്തുകൊണ്ട് അത് സർക്കം സെൻറ്ററിൽ മീറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ നിങ്ങൾ ജോമെട്രിക്കലാണ് നോക്കേണ്ടത്. എന്ന് വെച്ചാൽ GeoGebra ആണ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഗ്രാഫിംഗ് കാൽക്കുലേറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെസ്മോസ് യൂസ് ചെയ്യാം. ഓക്കെ, യെസ്. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഫണ്ണായിട്ടുള്ള സംഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം.